ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുത്ത മോക്ക് ടെസ്റ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്ന് നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ് നടത്തുന്നത്. ഇതിന്റെ ക്ലാസ് നമ്മൾ കമ്പനി ബോർഡ് LGS പവർ ക്യാപ്സ്യൂൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും അത് കണ്ട ശേഷം മാത്രം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കും. നിങ്ങൾ അവിടെ നിന്ന് തന്നെ എന്തായാലും എല്ലാം പഠിച്ചു പോകും. നമ്മൾ അത്രയും തവണ റിപ്പീറ്റ് ചെയ്തിട്ടും കോഡുകൾ യൂസ് ചെയ്തിട്ടൊക്കെ അവിടെ നിന്ന് തന്നെ പറ്റുന്ന അത്രയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാൻ പറ്റും. കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് പോയിട്ട് കാണുക. അപ്പം കമ്പനി ബോർഡ് LGS പവർ ക്യാപ്സ്യൂൾ എന്നൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ട ശേഷം മാത്രം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ ഇതിന് മുമ്പ് കഴിഞ്ഞു പോയ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിൽ അതും മിസ്സാക്കരുത്. ഓരോ ഭാഗങ്ങളും കണ്ടു തീർത്ത് ഓരോ ഭാഗങ്ങളും പഠിച്ചു കഴിയുമ്പോൾ അതിന്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ട് തന്നെ പോവുക. അപ്പോൾ മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS പവർ ക്യാപ്സ്യൂളും രണ്ടും മിസ്സാക്കരുത്. രണ്ടും നല്ല ഇമ്പോർട്ടന്റ് ആണ്. പവർ ക്യാപ്സ്യൂൾ മിസ്സാക്കുക ചെയ്യരുത്. അതിൽ പറയുന്ന ഓരോ ചെറിയ പോയിന്റ്സും നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് അതിന് പവർ ക്യാപ്സ്യൂൾ എന്ന പേര് കൊടുത്തത്. ഇമ്പോർട്ടന്റ് ആയതാണ് നിങ്ങൾക്ക് എത്തിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാം. നിങ്ങൾ ക്ലാസ് കണ്ടാൽ മതി, നിങ്ങൾ പഠിച്ചോളും. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തതാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. വൈകിപ്പിക്കരുത്. എക്സാം അടുക്കുമ്പോൾ ജോയിൻ ചെയ്യാനൊന്നും പറഞ്ഞിരിക്കരുത്. ഇപ്പൊ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്താൽ നമ്മൾ റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കൂടെ തന്നെ എത്താൻ പറ്റും. അത് നല്ല രീതിയിൽ നമുക്ക് ഒപ്പം തന്നെ റിവിഷൻ ചെയ്തു പോകാൻ പറ്റും. അപ്പോൾ റിവിഷന്റെ ഒക്കെ മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് ക്ലാസ് കണ്ടു തീർക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. വാട്സ്ആപ്പ് ബാച്ചിന്റെ ഡീറ്റെയിൽസിനായിട്ട് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ് അല്ലെ, PSC ഹോട്ട് ടോപ്പിക്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഹോട്ട് ടോപ്പിക്സ് പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. അതിന്റെ ഒറ്റ കോഴ്സായിട്ട് അവൈലബിൾ ആണ്. ഏകദേശം 25 ക്ലാസ്സുകളാണ് ആ ഒറ്റ ക്ലാസ്സിൽ. വെറും 25 ക്ലാസ് നിങ്ങൾ കണ്ടു തീർത്താൽ മതി. 25 ക്ലാസ്സുകളിലായിട്ട് 90ലധികം ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആക്കി തരും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതുകൊണ്ടാണ് അതിന് ഹോട്ട് ടോപ്പിക്സ് എന്ന പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാനാണെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കുക. പറ്റുന്നതാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. വാട്സ്ആപ്പ് ബാച്ച് ഒന്നും മിസ്സാക്കരുത്. എക്സാം എടുക്കുമ്പോഴേക്കും ട്രാക്കിൽ കയറാനും അതുപോലെ തന്നെ റിവിഷൻ ബൂസ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഈ വാട്സ്ആപ്പ് ബാച്ച് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവും. പിന്നെ നിങ്ങളുടെ പഠനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അങ്ങനെ മീറ്റിംഗിൽ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു തരും. പിന്നെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ, അതായത് മീറ്റിംഗിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്താൽ ഇനി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എല്ലാം നമ്മൾ മീറ്റിംഗിൽ പറഞ്ഞു തരും. പിന്നെ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. പേഴ്സണൽ മെന്റർഷിപ്പും തരുന്നതാണ്. അപ്പോൾ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ വരുന്ന എക്സാം തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽസിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് ക്ലാസ് അല്ല, നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏത്? സാധാരണ ഈ മുദ്രാവാക്യം തന്നിട്ട് ഇത് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം വരിക. പക്ഷെ അങ്ങനെ തന്നാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹെഡിങ്ങിൽ തന്നെ ഉണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏത്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഭൂമി, ആഹാരം, സമാധാനം. ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഓക്കെ, ആൻസർ ചെയ്യട്ടെ. അപ്പോ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട. ഇതുമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് റിവൈസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ഇപ്പൊ നമുക്ക് ആൻസർ ചെയ്ത് മാത്രം പോവാം. ഓക്കെ, അപ്പൊ ഉത്തരം കിട്ടിയല്ലോ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെത്തിയ ഇംഗ്ലീഷുകാർ എത്ര കോളനികളാണ് സ്ഥാപിച്ചത്? അതായത് വടക്കേ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്ര കോളനികളാണ് സ്ഥാപിച്ചത്? എത്ര കോളനികളാണ്? വായിച്ചു നോക്ക്. 9, 11, 13, 10. എത്ര കോളനികളാണ് സ്ഥാപിച്ചത്? അറിയാലേ? എത്രയാണ്? 13 കോളനികളാണ് സ്ഥാപിച്ചത്. ഓക്കെ, 13 കോളനികളാണ് വന്ന് സ്ഥാപിച്ചത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത് തിരഞ്ഞെടുക്കുക. ഇതിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ബാസ്റ്റിൽ ജയിൽ തകർക്കൽ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, രക്തരൂക്ഷിതമായ ഞായറാഴ്ച, പിന്നെ ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി. ഇതിൽ ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത്? കൺഫ്യൂസിംഗ് ആയിട്ടുണ്ടാവും. ഇതിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത് നമ്മൾ പഠിച്ചു പോയതാണ്. ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടിയാണ് അല്ലെ? ബോസ്റ്റൺ ടീ പാർട്ടിയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അടുത്തത്,
പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ പഠിച്ചു. ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ജെയിംസ് മാഡിസൺ, ജെയിംസ് ഓട്ടിസ്, തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആരാണ് ഇത് ഉയർത്തിയത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ് ആണ് അല്ലെ? ജെയിംസ് ഓട്ടിസ് ആണ്. അപ്പൊ അതും ക്ലിയർ ആയി. അടുത്തത് നോക്കാം. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് എന്ന്? എപ്പോഴാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്? 1773 ഡിസംബർ 16, 1775 ജനുവരി 1, 1776 ജൂലൈ 4, 1789 ഫെബ്രുവരി 2 എന്നാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. എന്നാണ് ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. അതും ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതി വടക്കേ അമേരിക്കൻ ജനതയെ ഇന്ത്യക്കാർ എന്ന് വിശേഷിപ്പിച്ചത്, ഇന്ത്യക്കാർ എന്ന് വിളിച്ചത് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ, വാസ്കോ ഡ ഗാമ, കൊളംബസ്, ജെയിംസ് മാഡിസൺ. അതും നമ്മൾ പഠിച്ചതാണ്. ആരാണ് വടക്കേ അമേരിക്കക്കാരെ ഇന്ത്യക്കാരാണെന്ന് കരുതിയിട്ട് ഇന്ത്യക്കാർ എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് വിശ്വസിച്ച് ഇന്ത്യക്കാർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് കൊളംബസ് ആണ് അല്ലെ? 1492 അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വരുമ്പോൾ പറയാം. ആദ്യം ഇപ്പൊ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടത്. ഇത് കോഡൊക്കെ യൂസ് ചെയ്ത് ഒരു കണക്ഷൻ ഒക്കെ വെച്ച് പറഞ്ഞു എന്നാണ് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. റൂസോ, ജോൺ ലോക്ക്, തോമസ് പെയിൻ, തോമസ് ജെഫേഴ്സൺ. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്ക് ആണ്. നമ്മൾ കണക്ഷൻ ഒക്കെ വെച്ച് പറഞ്ഞതല്ലേ? ഓക്കെ, പറഞ്ഞു തരാം. അടുത്ത നോക്കാം. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? തോമസ് പെയിൻ, ജോൺ ലോക്ക്, ജോർജ് വാഷിംഗ്ടൺ, തോമസ് ജെഫേഴ്സൺ. ആരാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? തോമസ് പെയിൻ ആണ്. ആരാണ്? തോമസ് പെയിൻ ആണ്. ആരാണ്? തോമസ് പെയിൻ. അടുത്തത്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് എന്ന്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് എന്നാണ്. എഴുതിയത് ആരെന്ന് നമുക്കറിയാം. എഴുതിയത് ആരാണ്? നമുക്ക് പറഞ്ഞു പോവാം. അപ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് എന്നാണ്? 1774 ജനുവരി 1, 1773 ഡിസംബർ 16, 1775 ഡിസംബർ 3, 1776 ജൂലൈ 4 എന്നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. അതും ക്ലിയർ ആയല്ലോ. അടുത്തത്, അമേരിക്കയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര്? അമേരിക്കയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? തോമസ് ജെഫേഴ്സൺ, ജോൺ ലോക്ക്, ജെയിംസ് മാഡിസൺ, ജെയിംസ് ഓട്ടിസ്. ഇതിൽ ആരാണ് അമേരിക്കയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്? ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. ആരാണ്? ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ചോദ്യങ്ങളിൽ ഏതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റി, എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ കമന്റ് ചെയ്യുക. ഇന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ചെറിയൊരു ടോപ്പിക് അല്ലേ, അതായത് ചെറുതല്ല, ഇത്തിരി വലിയ ടോപ്പിക്കാണ്, പക്ഷെ ചെറുതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റും. ആദ്യത്തെ ചോദ്യം, ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നതിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ, കൺഫ്യൂഷൻ വന്നോ? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ, ഇത് ഇവിടെ ഒന്നുമായിട്ട് ഒരു ബന്ധമല്ല. ഏതാണ്? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യമാണ് ഏത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത്. ഈ മുദ്രാവാക്യം ഉയർത്തിയതായിരുന്നു ചോദ്യം വരാറുണ്ട്. അത് ജെയിംസ് ഓട്ടിസ് ആണ്. ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. പിന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അതേതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. പിന്നെ ഭൂമി, ആഹാരം, സമാധാനം, അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഭൂമി, ആഹാരം, സമാധാനം. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും ക്ലിയർ ആയി. മുദ്രാവാക്യം ഏതാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത്. ഏതാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ഓക്കെ. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17ാം നൂറ്റാണ്ടിൽ എവിടെ വരികയാണ്? വടക്കേ അമേരിക്കയിൽ വന്നിട്ട് 13 കോളനികൾ സ്ഥാപിക്കുകയാണ്. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് എവിടെ? വടക്കേ അമേരിക്കയിൽ വന്നിട്ട് 13 കോളനികൾ സ്ഥാപിക്കുകയാണ്. അങ്ങനെ അവർ വന്ന ഒരു കപ്പലുണ്ട്. അതായത് അവിടെ നിന്നും ഇങ്ങോട്ട് സഞ്ചരിച്ച കപ്പൽ ഏതാന്ന് ചോദിക്കും. അതാണ് മെയ്ഫ്ലവർ എന്ന കപ്പൽ. മെയ്ഫ്ലവർ എന്ന കപ്പലിലാണ് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് അവര്
യാത്ര ചെയ്തത് ഏതിലാണ്? മേയ്ഫ്ലവർ എന്ന കപ്പലാണ്. ഇങ്ങോട്ട് കുടിയേറിയത് മേയ്ഫ്ലവർ എന്ന കപ്പലാണ്. അതുകൊണ്ട് തന്നെ ഇവർ എന്താണ് അറിയപ്പെടുന്നത്? തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ഇവരാണ് കേട്ടോ. ഇവരാണ് തീർത്ഥാടക, ഈ 13 കോളനികളിലെ ആളുകളാണ് തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നത്. ഇവരാണ് പിന്നീട് കൊളംബസ് വന്നിട്ട് ഇന്ത്യക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് 1492 കൊളംബസ് വന്നത്. 1400 ഈ വർഷം പഠിച്ചു വെച്ചോ. കൊളംബസ് എപ്പോഴാണ് വടക്കേ അമേരിക്കയിൽ എത്തിയെന്ന് വെച്ചാൽ 1492 എന്നിട്ട് അവിടെ വന്നിട്ട് അവരെ എന്താണ് വിശേഷിപ്പിച്ചത്? ഇന്ത്യക്കാർ എന്ന് വിശേഷിപ്പിച്ചു. പിന്നീട് ഇവരെന്താണ് അറിയപ്പെടുന്നത്? റെഡ് ഇന്ത്യൻസ് എന്നാണ്. റെഡ് ഇന്ത്യൻസ്. ഓക്കെ, റെഡ് ഇന്ത്യൻസ് എന്നാണ് പിന്നീട് ഇവര് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യക്കാർ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ ആരാണ്? കൊളംബസ് ആണ്. 1492 അമേരിക്കയിൽ എത്തിയത്. ഓക്കെ, അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത് തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ്? ബാസ്റ്റിൽ ജയിൽ തകർക്കൽ. ഇത് ഏതാണ്? ഇത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ബാസ്റ്റിൽ ജയിൽ തകർക്കല് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, എപ്പോഴും ചോദ്യം വരാറുണ്ട്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? അതും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് രണ്ടും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ രക്തരൂക്ഷിതമായ ഞായറാഴ്ച, ബ്ലഡി സൺഡേ, ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഇത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് രണ്ടും ഫ്രഞ്ച് വിപ്ലവം. ഇത് ഏതാണ്? ഇത് റഷ്യൻ വിപ്ലവം. ഓക്കെ, പിന്നെ ബോസ്റ്റൺ ടീ പാർട്ടിയാണ് ഏതുമായി ബന്ധപ്പെട്ടത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത്. ഇനി നമ്മൾ ഫ്രഞ്ച് വിപ്ലവം അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവം ഒക്കെ പഠിക്കുമ്പോൾ അതിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത്ര മാത്രം അറിഞ്ഞിരിക്കുക. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അടുത്തത് നോക്കാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് നമ്മൾ പഠിച്ചൂലെ? ആരാണ്? അത് ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് മാഡിസൺ എന്താണ്? അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയതാണ്. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773 ഡിസംബർ 16 എത്ര തേയില പാക്കറ്റുകളാണ് വലിച്ചെറിഞ്ഞത്? 342. ആ എണ്ണം കൂടെ ഒന്ന് പഠിച്ചു വെക്കാം. 342 അല്ലെ? നികുതിനെ തുടർന്ന് നികുതി ഉയർത്തിയതിനെ തുടർന്ന് 342 തേയില പാക്കറ്റുകൾ 342 തേയില പാക്കറ്റുകളാണ് കടലിലേക്ക് വലിച്ചെറിഞ്ഞത്. അപ്പൊ അതിനെ പറ്റി ആ എണ്ണം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ചോദ്യം വരും. 342 എത്രയാണ്? 342 തേയില പാക്കറ്റുകൾ. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതി ആരാണ്? കൊളംബസ് ആണ്. നമ്മൾ പഠിച്ചു 1492 കൊളംബസ് ആണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. ഇത് നമ്മൾ കോഡിലൂടെ ഒക്കെ പഠിച്ചതാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനെ ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്തിടുക അല്ലെ? മൗലിക അവകാശങ്ങൾ ഹനിക്കുക പറഞ്ഞാൽ എന്താണ്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കുക എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങൾ ഹനിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ മൊത്തത്തിൽ അങ്ങോട്ട് ലോക്ക് ചെയ്തിടുക എന്ന് ആലോചിച്ച് നമുക്ക് എന്ത് കിട്ടും? ജോൺ ലോക്ക് ആണ് പറഞ്ഞത് അല്ലെ? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോക്ക് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോക്ക് ചെയ്തിടുക അല്ലെ? ലോക്ക് ചെയ്തിടുക എന്ന് ആലോചിച്ചാൽ മതി. മൗലിക അവകാശങ്ങൾ ഹനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്തിൽ ലോക്ക് ചെയ്തിടുകയാണ്. അപ്പൊ ജോൺ ലോക്ക് ആണ്. പിന്നെ അടുത്തത്, ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണം എന്നത്. വിദേശ ശക്തി എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അവർക്ക് കീഴടങ്ങിയിട്ട് നമ്മൾ കഴിയാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതെന്താണ്? അത് നമ്മുടെ ഉള്ളിലൊരു പെയിൻ ആണ്. അങ്ങനെയൊക്കെ കീഴടങ്ങി കഴിയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു പെയിൻ, ആ പെയിന് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ തോമസ് പെയിൻ, എവിടെ? തോമസ് പെയിൻ ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഓക്കെ, ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? തോമസ് പെയിൻ ആണ്. തോമസ് പെയിൻ. ഓക്കെ, തോമസ് പെയിൻ. പിന്നെ തോമസ് പെയിന്റെ പ്രശസ്തമായ പുസ്തകം ഏത് ചോദിക്കാം? കോമൺ സെൻസ്. കോമൺ സെൻസ് എന്ന കൃതി ചോദിക്കാറുണ്ട്. കോമൺ സെൻസ് എന്ന ലഘുലേഖ രചിച്ചത് ആരെന്ന് ചോദിച്ചത് ആരാണ്? തോമസ് പെയിൻ ആണ്. കോമൺ സെൻസ്. കോമൺ സെൻസ്. ഓക്കെ, അതും പഠിച്ചു വെക്കുക. കോമൺ സെൻസ് എന്ന ലഘുലേഖ രചിച്ചത് ആരാണ്? അത് തോമസ് പെയിൻ ആണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതും ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ടതും ആരാണ്? അതും തോമസ് പെയിൻ ആണ്. തന്റെ ഉള്ളിലെ പെയിന് കൊണ്ട് പറഞ്ഞതാണ്. വേറെ ആൾക്കാർക്ക് കീഴടങ്ങി ഞങ്ങൾ ജീവിക്കാന്ന് പറഞ്ഞാൽ അതെന്താണ്? യുക്തിക്ക് നിരക്കുന്നതല്ലാന്ന് തന്റെ ഉള്ളിലെ പെയിന് കൊണ്ട് പറഞ്ഞതാണെന്ന് ആലോചിച്ചാൽ തോമസ് പെയിൻ ആൻസർ കിട്ടും. പിന്നെ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടത്. അത് ഹനിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്ക് ചെയ്തിടുക. അങ്ങനെ ആലോചിച്ചാൽ ലോക്ക് ചെയ്തിടാന്ന് ആലോചിച്ചാൽ ജോൺ ലോക്ക് ആൻസർ കിട്ടും. പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് 1776 ജൂലൈ 4 ഇവിടെയും നമുക്കൊരു പേര് പഠിക്കാണ്ട്. 1776 ജൂലൈ 4 നമുക്കിവിടെ ഒരു പേര് പഠിക്കാല്ലേ? ആരാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരെന്ന് ചോദിക്കും. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാണ്? തോമസ് ജെഫേഴ്സൺ. തോമസ് ജെഫേഴ്സൺ.
തോമസ് ജെഫേഴ്സൺ ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. തോമസ് ജെഫേഴ്സൺ ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. ഈ പേര് പഠിച്ചു വെച്ചു, തോമസ് ജെഫേഴ്സൺ. തോമസ് ജെഫേഴ്സൺ ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. ഓക്കെ, അമേരിക്കയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? അത് ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ജെയിംസ് മാഡിസൺ ആണ്. പിന്നെ നമ്മൾ ഇവിടെ പഠിക്കാനുള്ളത് 13 കോളനികളാണ് നമ്മൾ പഠിച്ചു. 13 കോളനികളാണ് അവിടെ വന്നിട്ട് എന്ത് സ്ഥാപിച്ചത്? വടക്കേ അമേരിക്കയിൽ വന്നിട്ട് കോളനികൾ സ്ഥാപിച്ചത്. എത്ര കോളനികളാണെന്ന് ചോദിച്ചാൽ 13 കോളനികളാണ് നമ്മൾ പഠിച്ചു. അതിൽ ഒരു കോളനിയുടെ പേര് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോർജിയ എന്ന ആ കോളനി നിങ്ങൾ പഠിച്ചു വെക്കണം. എന്തുകൊണ്ടാണ്? ആദ്യത്തെ 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എപ്പോഴാണ് നടന്നത്? 1774 നടന്ന 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ എല്ലാ കോളനികളും പങ്കെടുത്തു, ഒരു കോളനി ഒഴികെ. ഓക്കെ, ഒരു കോളനി 13 കോളനികളിൽ 12 കോളനികളും പങ്കെടുത്തു, പക്ഷെ ഒരു കോളനി പങ്കെടുത്തില്ല. അതേതാണ്? ജോർജിയ. അപ്പൊ 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന കോളനി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ജോർജിയ. ഏതാണ്? ജോർജിയ. അപ്പൊ 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് 1774 പിന്നെ 1775 2ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഈ 2 കോണ്ടിനെന്റൽ കോൺഗ്രസും എവിടെ വെച്ചിട്ടാണ്? കോണ്ടിനെന്റൽ കോൺഗ്രസ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതും പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, 2ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഏതെങ്കിലും എവിടെ വെച്ച് നടന്നു എന്ന് ചോദ്യം വന്നാൽ കിട്ടണം. ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് രണ്ടും നടന്നത്. ഓക്കെ, പിന്നെ 2ാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ അവർ തലവനായിട്ട് തെരഞ്ഞെടുത്തത് ആരെന്ന് ചോദിക്കാറുണ്ട്. അതാണ് ആരെ? ജോർജ് വാഷിംഗ്ടണെയാണ് തെരഞ്ഞെടുത്തത്. ജോർജ് വാഷിംഗ്ടണെയാണ് തലവനായി തെരഞ്ഞെടുത്തത്. അത് 2ാം കോണ്ടിനെന്റൽ കോൺഗ്രസിലാണ്, 1775. സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാലാണ് തോമസ് ജെഫേഴ്സൺ. അപ്പൊ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഈ മുദ്രാവാക്യം ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. അമേരിക്കയുടെ ലിഖിത ഭരണഘടനയാണ് അല്ലെ, ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന അമേരിക്കയുടെയാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന നമ്മുടെ ഇന്ത്യയുടേതാണ്. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ്. പിന്നെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ തോമസ് ജെഫേഴ്സൺ. ആരാണ്? തോമസ് ജെഫേഴ്സൺ. ഓക്കെ, തോമസ് ജെഫേഴ്സൺ. തോമസ് ജെഫേഴ്സൺ ആണ് ഏത്? സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. പിന്നെ 1775 2ാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ തലവനായി തെരഞ്ഞെടുത്തത് ആരെയാണെന്ന് ചോദിക്കും. അത് ജോർജ് വാഷിംഗ്ടണെയാണ് അല്ലെ. അമേരിക്കൻ ഐക്യനാടുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? ജോർജ് വാഷിംഗ്ടൺ ആണ്. അതും അറിഞ്ഞു വെക്കുക. ജോർജ് വാഷിംഗ്ടൺ ആണ് അമേരിക്കൻ ഐക്യനാടുകളുടെ പിതാവ് എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ കോമൺ സെൻസ് എന്ന ലഘുലേഖ രചിച്ചത് ആരാന്ന് വെക്കും. കോമൺ സെൻസ് എന്ന ലഘുലേഖ രചിച്ചത് തോമസ് പെയിൻ ആണ്. തോമസ് പെയിൻ ആണ് കോമൺ സെൻസ് എന്ന ലഘുലേഖ രചിച്ചത്. പിന്നെ മറ്റേ വാക്കുകൾ ചോദിക്കും. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജോൺ ലോക്ക് ആണ്. എങ്ങനെ കണക്ട് ചെയ്യുക? ലോക്ക് ചെയ്തിടുക. മൗലിക അവകാശങ്ങൾ ഹനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്ക് ചെയ്തിടുക എന്ന് ആലോചിച്ച് എന്ത് കിട്ടും? ജോൺ ലോക്ക് ആണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടത്. അത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും പഠിച്ച ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നാണെന്ന് പഠിക്കണം. ചോദ്യം വരാറുണ്ട്. 1776 ജൂലൈ 4 പിന്നെ ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് എപ്പോഴാണെന്ന് ചോദ്യം വരാറുണ്ട്. 1773 ഡിസംബർ 16 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774 2ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1775 1776 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. ഓക്കെ, എന്താണ് മുദ്രാവാക്യം? എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്നതാണ് മുദ്രാവാക്യം. പിന്നെ ഈ വാക്കുകളൊക്കെ ആരുടെ എന്നൊക്കെ ചോദ്യം വരും. അപ്പൊ ക്ലാസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും പോയി കാണുക. അവിടെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയി പോകും. ഓക്കെ, ക്ലാസ് കണ്ട ഏകദേശം പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ ക്ലിയർ ആവും. പിന്നെ അതിനുശേഷം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ ഒന്നുകൂടെ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ പെർഫെക്റ്റ് ആവും. അത് ഈ ടോപ്പിക്കിൽ മാത്രമല്ല, എല്ലാ ടോപ്പിക്കിലും ക്ലാസ് കണ്ട ശേഷം മാത്രം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വർദ്ധിക്കും. നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ കിട്ടുന്നുണ്ട് മനസ്സിലാവും. ഇനി ഏതെങ്കിലും ഒന്ന് കിട്ടാത്തതുണ്ടെങ്കിൽ അത് ഏതാണ് കിട്ടാത്തത്, എന്തുകൊണ്ട് അത് കിട്ടുന്നില്ല, എങ്ങനെ ഇനി ഓർത്തിരിക്കണം എന്നത് നിങ്ങൾ അതിനുള്ള വഴിയൊക്കെ കണ്ടെത്തും. അപ്പോൾ ഓരോ ടോപ്പിക്കുകൾക്കും എപ്പോഴും ഓരോ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും അതിനൊക്കെ എപ്പോഴും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ല ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് തെറ്റുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. തെറ്റുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതിപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇപ്പൊ തെറ്റുന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും നെഗറ്റീവ് ആയിട്ട് എടുക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് തെറ്റണം. ഇപ്പോൾ ഈ മോക്ക് ടെസ്റ്റിലാണ് നിങ്ങൾക്ക് തെറ്റുന്നതെങ്കിൽ അത് നല്ലതായിട്ട് കണക്കാക്കിയാൽ മതി. ഇപ്പൊ മോക്ക് ടെസ്റ്റിലാണ് നിങ്ങൾക്ക് തെറ്റുന്നതെങ്കിൽ ഓക്കെ. ഇനി അത് എക്സാമിന് പോയിട്ടാണ് നിങ്ങൾക്ക് തെറ്റുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേറെ വഴിയില്ല, അത് തെറ്റിപ്പോയി. ഇവിടെ മോക്ക് ടെസ്റ്റിലാണ് നിങ്ങൾക്ക് തെറ്റുന്നതെങ്കിൽ പിന്നീട് അത് ശരിയാക്കി എടുക്കാനും പിന്നെ എന്തുകൊണ്ടാണ് അത് തെറ്റുന്നത്, എന്താണ് എനിക്ക് തെറ്റുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനും നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ തെറ്റിക്കുക നല്ല ഇപ്പൊ തെറ്റുന്നതിന് അങ്ങനെ വിട്ട് കളയാം. തെറ്റുന്നത് നല്ല പോസിറ്റീവ് ആയിട്ട് എടുത്തിട്ട്
അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക. എന്താണോ തെറ്റുന്നത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. തെറ്റുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും പെർഫെക്റ്റ് ആക്കി വെക്കുക. അപ്പൊ തെറ്റുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റുന്നത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. എപ്പോഴും ക്ലാസ് കണ്ട ശേഷം മാത്രം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എല്ലാതും തെറ്റിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. ആദ്യം ക്ലാസ് കണ്ട് പഠിച്ച ശേഷം ഏതാണ് എനിക്ക് കറക്റ്റ് അല്ലാത്തതെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ ഒന്നും പഠിക്കാതെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ഒന്നും അറിയില്ല എന്നുള്ളതല്ല നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ എപ്പോഴും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ക്ലാസ്സുകൾ പവർ ക്യാപ്സ്യൂൾ കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാണുക. പിന്നെ അതുപോലെ തന്നെ വാട്സ്ആപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഒരിക്കലും വൈകിപ്പിക്കരുത്. ഇപ്പൊ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്താലേ നിങ്ങൾക്ക് എക്സാം അടുക്കുമ്പോഴേക്കും ഏകദേശം റിവിഷന്റെ ടൈം അടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം പെർഫെക്റ്റ് ആയി തന്നെ എല്ലാം പഠിച്ചു കഴിഞ്ഞ് നല്ല രീതിയിൽ റിവിഷനിലേക്ക് ഇറങ്ങണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യണം. അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക, വൈകിപ്പിക്കരുത്. ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ പവർ ക്യാപ്സ്യൂളും മോക്ക് ടെസ്റ്റ് ഒക്കെ കണ്ടിട്ട് പോവുക. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ഭാഗങ്ങളും എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും വാട്സ്ആപ്പ് ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മെന്റർഷിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ മീറ്റിങ്ങുകളിൽ ഞാൻ പറഞ്ഞു തന്ന ഓരോ ടിപ്സും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഹോട്ട് ടോപ്പിക്സ് പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിലും എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. അതിൻ്റെ രണ്ടിൻ്റെയും ഡീറ്റെയിൽസിനായിട്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്